നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആയത്തുള്ള അൽ ഖമനായി വധിക്കപ്പെട്ടു. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത സൈന്യം ആക്രമണം നടത്തി ആയത്തുള്ള അൽ ഖമനയെ വധിച്ചു. ഇനി അടുത്ത മോജ്തബ ഖമേനി അധികാരത്തിൽ വരാൻ പോകുന്നു. ഈ മോജ്തബ ഖമേനി ആയത്തുള്ള അൽ ഖമനയേക്കാൾ പൂർണ്ണമായും ജനാധിപത്യ വിരുദ്ധൻ തന്നെയാണ്. ഖമനായി കുടുംബത്തിൽ ഈ ആയത്തുള്ള അൽ ഖമനായി നടത്തിയ എല്ലാ നയങ്ങൾക്ക് പിന്നിലും ഒരു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ മോജ്തബ ഖമേനിയുടെ കരങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഈ ഹൂത്തി റിബലിയനൊക്കെ പ്രധാനമായിട്ടും ഹൂത്തികളെ പിന്തുണയ്ക്കുന്ന അജണ്ടകൾക്കൊക്കെ പിന്നിൽ മോജ്തബ ഖമേനിയുടെ കരങ്ങളാണ് എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് ഇറാനിൽ നിന്ന് വരുന്നത്. അങ്ങനെ ഖമേനി അച്ഛനായ ആയത്തുള്ള അൽ ഖമനയെ പോലെ തന്നെ വളരെയധികം ഏകാധിപത്യ ശൈലിയിൽ തന്നെയാണ് ഇറാനെ കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ സ്വരുക്കൂട്ടിക്കൊണ്ടുവരുന്നതും. പക്ഷേ കാര്യങ്ങളൊന്നും വിലപ്പോകില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയൊന്നും അങ്ങനെ വിട്ടുപോകാൻ പോകുന്നില്ല. ഇനി ഇറാൻ വീണ്ടും തലയെടുത്ത് വരുമ്പോൾ പൂർണ്ണമായും മധ്യേഷ്യ പശ്ചിമേഷ്യ പൂർണ്ണമായും ഇറാനെതിരെ ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയും തയ്യാറായി കഴിഞ്ഞു. കാരണം ഈ രാജ്യങ്ങൾക്കെതിരെ ഇറാൻ ഏകപക്ഷീയമായ ആക്രമണം, കാരണം അവരാരും ഇറാനെ ആക്രമിച്ചില്ല. ഇറാൻ നേരെ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുകയായിരുന്നു. അത് ബഹ്റിനെ ആയാലും അത് UAE ആയാലും അത് സൗദിയെ ആയാലും. അപ്പോൾ ഇനി ഒരിക്കലും ഇവരുടെ ഈ ആക്രമണത്തിന് ഭയന്നിരിക്കാനോ അല്ലെങ്കിൽ അവരെ ക്ഷമിച്ചു കൊടുക്കാനോ ഒന്നും ഈ രാജ്യങ്ങൾ തയ്യാറല്ല. പശ്ചിമേഷ്യൻ രാജ്യങ്ങളും സംയുക്തമായി ഇറാനെതിരെ ആക്രമണം നടത്തുവാനുള്ള പദ്ധതി ഇടുകയാണ്. ഒമാനായിരുന്നു അല്പമെങ്കിലും ഇറാനെ പിന്തുണച്ചിരുന്നത്. ഒമാന് നേരെയും ആക്രമണം നടത്തി. അതോടുകൂടി അറഞ്ചം പുറഞ്ചം ഈ ഭ്രാന്ത് കയറിയുള്ള ആക്രമണം നടത്തി എന്ന് പറയും പോലെ അത്തരത്തിലുള്ളൊരു ആക്രമണമാണ് പശ്ചിമേഷ്യയ്ക്ക് നേരെ ഇറാൻ നടത്തിയത്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യാഘാതം ഇറാൻ അനുഭവിക്കാൻ പോവുകയാണ്. ഇന്ത്യ വിചാരിച്ചാൽ പോലും ഇറാനെ ഇനി രക്ഷപ്പെടുത്തുവാൻ കഴിയില്ല. കാരണം ഇന്ത്യ വളരെ അവധാനതയോടുകൂടിയാണ് ഈ വിഷയത്തെ സമീപിച്ചത്. കാരണം നമ്മൾ പൈസ മുടക്കിയ ചഹബാർ പോർട്ട് അവിടെയുണ്ട്. നമുക്ക് ലോകത്തിൻ്റെ മറ്റ് ഇടങ്ങളിലേക്കുള്ള ഒരു വലിയ ഇടനാഴിയാണ് ഈ ചഹബാർ പോർട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കാശ് മുടക്കിയ ചഹബാർ പോർട്ട് അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയും ഇറാനും തമ്മിൽ കാര്യമായ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, അതും രൂപയിലാണ് വിനിമയം നടത്തിയിരുന്നത്. അങ്ങനെ വലിയ സൗഹൃദത്തിലായിരുന്നു ഇന്ത്യ. പക്ഷേ ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇറാനെ ഈ രീതിയിൽ ഭ്രാന്ത് പിടിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയാൽ ഇന്ത്യക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. നേരത്തെ വലിയ ശ്രമങ്ങളാണ് ഇന്ത്യ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തിയത് നരേന്ദ്രമോദിയുടെയൊക്കെ നേതൃത്വത്തിൽ. കാരണം ഇന്ത്യക്ക് എല്ലാ രാജ്യങ്ങളിലേക്കും ഇപ്പോൾ ആക്സസ് ഉണ്ട്. ഇത് ഇസ്രായേലിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ഇനി റഷ്യയിലേക്കാണെങ്കിലും എല്ലാ രാജ്യങ്ങളിലേക്കും കൃത്യമായി റഷ്യയും ഉക്രൈനും പ്രശ്നമുണ്ടായപ്പോൾ ഉക്രൈനിലേക്കും റഷ്യയിലേക്കും ഇന്ത്യക്ക് പോകാൻ പറ്റും. അങ്ങനെ എല്ലാ രാജ്യങ്ങളിലേക്കും വലിയ സൗഹൃദമാണ് നരേന്ദ്രമോദിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ ആ ശ്രമങ്ങളൊന്നും ഇനി പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. കാരണം ഇറാൻ ഏറെക്കുറെ എല്ലാ രാജ്യങ്ങളെയും വെറുപ്പിച്ചു കഴിഞ്ഞു. ഇനി എന്താണ്? ആര് വിചാരിച്ചാലും ഇറാനെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലുമാണ്. അവിടുത്തെ ജനത പോലും ഇറാനെതിരെ പൂർണ്ണമായ രീതിയിൽ, അതായത് ഇന്നും വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനം നടത്തി. നേരത്തെ തന്നെ അവിടുത്തെ ജനകീയ പ്രക്ഷോഭം ഉണ്ടായിരുന്നു. ആ ജനകീയ പ്രക്ഷോഭം ഒരു വിധത്തിൽ ഇറാൻ അടിച്ചമർത്തി വച്ചിരിക്കുകയായിരുന്നു. ഇന്ന് ഖമനയി മരിച്ചതോടുകൂടി വീണ്ടും ഈ പ്രക്ഷോഭം ആളിക്കത്തും എന്നുറപ്പാണ്. അങ്ങനെ ആഭ്യന്തരമായും അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ നിന്നും ഇനി ഇസ്രായേൽ അമേരിക്കയിൽ നിന്നും ഒക്കെയുള്ള യുദ്ധത്തോടുകൂടി ഈ ഖമനായി ഭരണകൂടം ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യപ്പെടും എന്ന് ഉറപ്പാണ്. കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ മേഖലകളും തകർന്നു കഴിഞ്ഞു. ഇനി ഹോർമുസ് തുറമുഖം അടച്ചിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകം ഇരുട്ടിലായി പോകുമെന്നൊക്കെയാണ് ഇറാൻ്റെ തെറ്റിദ്ധാരണയെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അധിക നാൾ ഇതിലേക്ക് പിടിച്ചു നിൽക്കുവാനും പറ്റില്ല. കാരണം എല്ലാ ഭാഗത്തു നിന്നും ആക്രമണം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അത്ര വലിയ ഭയങ്കരമായിട്ടുള്ള ഒരു സ്രോതസ്സൊന്നും അല്ലെങ്കിൽ അത്ര വലിയ സൈനിക ശക്തിയൊന്നുമല്ല ഇറാൻ പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ സൗദി അറേബ്യയുടെ അത്ര പോലും കരുത്ത് ഇറാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ ഇറാന് പറ്റില്ല എന്ന ഉറപ്പാണ്. തീർച്ചയായിട്ടും ഇനി ഉള്ള ജീവനെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ ഖമനായി കുടുംബം ഒന്ന് നിരുപാധികം കീഴടങ്ങുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക്
1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.